എങ്ങനെ കൗൺസിൽ പാസ്സാക്കി എന്ന് പറയും? അങ്ങനെ സെക്രട്ടറി പറയുന്നത്, അങ്ങനെ സെക്രട്ടറി കണ്ടല്ലോ. ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള അവസരം തരട്ടെ, എന്നിട്ട് അത് റെക്കോർഡ്സിലിട്ട്. അല്ല, നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ കഴിഞ്ഞ 6 മാസം കൊണ്ട് കൂടുന്ന കൗൺസിൽ 2 മിനിറ്റ് കൊണ്ട് 700 അജണ്ട പാസ്സാക്കി കൊണ്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യണ്ടേ? ഒരു സ്തംഭനാവസ്ഥയല്ലേ ഇവിടെ നിലനിൽക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പൊ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്തത്? ഒരാളെ ജയിലിൽ നടത്തിയിരിക്കുന്ന ആരാണ്? ഹൈക്കോടതിയാണ് അല്ലേ? അതിനകത്ത് ഈ കാപ്പ അപ്പലറ്റ് അതോറിറ്റിയാണല്ലോ ഡീറ്റെയിൻ ചെയ്ത് വിട്ടിരിക്കുന്നത്. 6 മാസത്തേക്ക് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്? എന്ത് റൈറ്റാണ്? അല്ലെങ്കിൽ ഏത് വകുപ്പ്? മേരി ജോൺ വെസൽസ് വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് സെർച്ച് ചെയ്ത് അതിനകത്ത് വളരെ ക്ലിയർ ആയി പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന കേസ് വേറെ, നിങ്ങൾ പറയുന്ന കേസ് എന്ന് പറയുന്നത്, സമാനമായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് അത് വേറെയാണ്. അത് ഈ പറയുന്ന കണക്ക് സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലെ കേസാണ് ഈ പറയുന്നത്. അതിവിടെ നടന്നു കഴിഞ്ഞു, മനസ്സിലായി? ഇത് അങ്ങനെയല്ല. ഇത് ഏത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അത് ഇപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ജുഡീഷ്യൽ അത് എന്താണ് കേസ്? ആ കേസ് ഒന്ന് അടിച്ചു നോക്കൂ. അത് ഈ കേസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഇനി കൗൺസിൽ എങ്ങനെ തീരുമാനിച്ചെന്നാണ് പറഞ്ഞത്? 101 അംഗങ്ങളുടെയും അഭിപ്രായം ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലിനകത്ത് ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കണം. സെക്രട്ടറി കണ്ടതാണല്ലോ, അവിടെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഓൺ റെക്കോർഡ്സിൽ കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവരെ സംസാരിക്കാതെ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ തീരുമാനിച്ചു പോകുന്നത്. അത് തന്നെ തെറ്റാണ്. പിന്നെ ആ കൗൺസിൽ തീരുമാനിച്ചെന്ന് പറയരുത്. ഇത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട്, കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ് കൗൺസിൽ എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ഒരു കൗൺസിലറുടെ റൈറ്റ്സ് പറയുന്നുണ്ടല്ലോ. ആ റൈറ്റ്സ് എന്ന് പറയുന്നത് ആ ഫോറത്തിനകത്ത്, ആ അസംബ്ലിക്കകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റാണ്. അതാണ് കർട്ടൈൽ ചെയ്തത്. അത് കർട്ടൈൽ ചെയ്ത് മാറ്റിയിട്ട് ബൈ റെക്കോർഡ്സിനകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് മുഴുവൻ മാറിപ്പോകാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം എടുത്തത്. പിന്നെ എങ്ങനെ കൗൺസിൽ പാസ്സാക്കി എന്ന് പറയും? അങ്ങനെ സെക്രട്ടറി പറയുന്നത്, അങ്ങനെ സെക്രട്ടറി കണ്ടല്ലോ. ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള അവസരം തരട്ടെ, എന്നിട്ട് അത് റെക്കോർഡ്സിലിട്ട്. അല്ല, നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. നേരിട്ട് ഇവിടെ കഴിഞ്ഞ 6 മാസം കൊണ്ട് കൂടുന്ന കൗൺസിൽ 2 മിനിറ്റ് കൊണ്ട് 700 അജണ്ട പാസ്സാക്കി കൊണ്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യണ്ടേ? ഒരു സ്തംഭനാവസ്ഥയല്ലേ ഇവിടെ നിലനിൽക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പൊ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്തത്? ഒരാളെ ജയിലിൽ നടത്തിയിരിക്കുന്ന ആരാണ്? ഹൈക്കോടതിയാണ് അല്ലേ? അതിനകത്ത് ഈ കാപ്പ അപ്പലറ്റ് അതോറിറ്റിയാണല്ലോ ഡീറ്റെയിൻ ചെയ്ത് വിട്ടിരിക്കുന്നത്. 6 മാസത്തേക്ക് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്? എന്ത് റൈറ്റാണ്? അല്ലെങ്കിൽ ഏത് വകുപ്പ്? അത് നിങ്ങൾ 1, 2, 3 ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നല്ലോ. 1, 2, 3ാമത്തെ കൗൺസിലാണ് ഇത്. ഏറ്റവും അവസാനം കൂടുന്ന കൗൺസിലിനകത്ത് രാഷ്ട്രീയമായിട്ട് എന്താണ് അവരുടെ കൗൺസിലറുടെ ജനാധിപത്യ വിരുദ്ധമായിട്ട് അവര് ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതല്ലേ ഇന്നിപ്പോ പ്രഹസനമല്ലേ നടന്നത്? അതല്ലാതെ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഈ കാര്യത്തിനകത്തുണ്ടോ? കാപ്പ കേസിനകത്ത് ഒരു കോടതി തന്നെ, ഹൈക്കോടതി പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ ജഡ്ജ്മെന്റ് ഇവിടെ നിന്ന് പോയി നമ്മുടെ സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അന്ന് കോടതി ഒബ്സർവ് ചെയ്തത് എന്താണ്? കോടതി ഒബ്സർവ് ചെയ്ത് ഒരു കാരണവശാലും കാപ്പ കേസിനകത്ത് കിടക്കുന്ന ഒരു പ്രതിക്ക് ഒരു ആനുകൂല്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കോടതി ഒബ്സർവേഷൻ. അങ്ങനെ ഒരു കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറയും. പകരം ഇവിടെ ഇരിക്കുന്ന ഒരു കോർപ്പറേഷൻ ഇത് ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത്. ഇതുപോലെയാണല്ലോ സത്യപ്രതിജ്ഞ നടന്നത്. ഞങ്ങൾ കോടതിയിൽ പോയി തിരിച്ച് സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ? ഇന്നിപ്പോ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ കേസ് ഈ മേയറുടെയും ഈ ഡെപ്യൂട്ടി മേയറുടെയും തെരഞ്ഞെടുപ്പ് പ്രസാദമാക്കണം എന്ന് പറഞ്ഞു. ഇന്ന് കോടതിയിൽ കയറിയിട്ടുണ്ട്. അതുപോലെ ഇനി 50 അല്ല 100 പേര് പാസ്സാക്കിയാലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് അവധി എന്നുള്ളത് പറയുന്നുണ്ട്. ആ അവധിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? അവധിക്കകത്ത് പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കൃത്യമായി വായിച്ചു തരാം. അതായത് കരിന്തൽ തടങ്കിൽ അകപ്പെട്ട ഒരു വ്യക്തിക്ക് കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ വന്നേക്കാവുന്ന അയോഗ്യത മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പ്രഹസനം എന്ന് പറയുന്നത്.
മനസ്സിലായോ? ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ലീവ് കൊടുത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തെ സർവീസ് നടപടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് മേയർ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? അത്തരം തടങ്കൽപ്പെട്ട് അത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഗുണ്ടാ വിരുദ്ധ നിയമപ്രകാരം തടങ്കലിലാക്കപ്പെട്ട ഒരു അംഗത്തിന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലീവ് അനുവദിക്കുന്നതിലൂടെ ആ കരുതൽ തടങ്കൽ നിയമപരമായി ശരി തെറ്റുകളിലേക്ക് കൂടി അനാവശ്യമായി ഈ കൗൺസിൽ കടക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് അല്ലെങ്കിൽ അല്ലെന്ന് പറയണം സെക്രട്ടറി ഡിവിഷൻ എന്താണെന്ന് പറയാം.